എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തയ്യാറാക്കുന്ന മസാല കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രുചിയുമാണുള്ള ഒരു ഗരം മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചിക്കൻ കറിക്കും ബീഫ് കറിക്കും കടലക്കറിക്കും ഒക്കെ ഈ ഒരു ഗരം മസാല നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 3 ഇഞ്ച് കനത്തിലുള്ള പട്ട എടുത്ത് വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ വീതം ഗ്രാമ്പു, കുരുമുളക്, ഒരു ചെറിയൊരു കഷ്ണം ജാതി. ആദ്യം ഈ സ്പൈസസ് എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു 2 മിനിറ്റ് കൂടെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം പെരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം വളരെ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ പെരിഞ്ജീരകം ഒന്ന് കളറ് മാറി ചെറിയൊരു മഞ്ഞ കളറിലേക്ക് എത്തും. ആ ഒരു സമയത്ത് ഇത് തയ്യാറായിട്ടുണ്ടാവും. ആ സമയത്ത് ഇത് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഒരിക്കലും നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ചൂടുള്ള പാനിൽ തന്നെ ഇത് വെച്ചേക്കരുത്. അങ്ങനെ വെച്ചാൽ അടിയിൽ നിന്നുള്ള ചൂടടിച്ച് അടിഭാഗം മാത്രം കരിഞ്ഞു പോകും. കുറച്ച് ഇൻഗ്രീഡിയൻസ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇത് പൊടിച്ചെടുക്കുക. ഒരിക്കലും നമ്മൾ ബ്ലെൻഡറിൽ അല്ലെങ്കിൽ മിക്സിയിലൊന്നും ചൂടോടെ ഇട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല. പൊടിച്ചെടുത്തതിന് ശേഷം ഒട്ടും ജലാംശമില്ലാത്ത നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്തും ബ്ലെൻഡർ ആയാലും മിക്സി ആയാലും ജാറിൽ ഒട്ടും ജലാംശമില്ലാന്ന് ഉറപ്പ് വരുത്തണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗരം മസാലയാണ്. കടലക്കറിക്കും ചിക്കൻ കറിക്കും ബീഫ് കറിക്കും അതുപോലെ മസാല കറികൾക്ക് വെജ് മസാല കറികൾക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു മസാല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.